സ്നേഹമുള്ള നവീനച്ച, ശിവച്ച, സാന്തകൃഷ്ണച്ചൻ, മൂന്ന് പേരും സൗഹൃദത്തിൻ്റെ പുത്തൻ അധ്യായങ്ങൾ എഴുതാൻ പരിശ്രമിക്കുന്നവരാ. ഏകദൈവത്തിൻ്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുവാൻ ഒന്നു ചേർന്നിരിക്കുന്ന സഹോദര സഭകളിലെ പ്രിയ സഹോദരങ്ങളെ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ആഘോഷം ഒരുക്കിയിരിക്കുന്നതിനും ഒപ്പം തന്നെ നന്ദി പറയുന്നു എനിക്ക് അവസരം തന്നതിനും. ദൈവനാമത്തിലാണ് ഒന്ന് ചേർന്നിരിക്കുന്നത്. നവീനച്ചൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് സൂചിപ്പിച്ചതുപോലെ ദൈവനാമത്തിൽ ഒന്ന് ചേരുമ്പോഴത്തേന് അവന് മഹത്വം പറയാനായിട്ട് എല്ലാവരും ഒന്ന് ചേർന്നത് അത് സഹോദരത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കൾ ആണ് എന്ന തിരിച്ചറിവുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. മനുഷ്യർ സമൂഹജീവികളാണ്. നാം എല്ലാം മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ചിന്തിക്കാൻ കഴിവുള്ള സമൂഹ ജീവിയാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യർക്ക് ബേസിക്കായിട്ടുള്ള ഒരു ആകുലതയും വേദനയുമാണ് എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ല എന്നത്. മനസ്സിലാക്കാൻ ആളുള്ളിടത്തേക്ക് തപ്പിപ്പോകുന്നത് സ്വാഭാവികമുള്ള ത്വരയാണ്. ഇങ്ങനെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പരിതപിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം സ്വീകരിച്ച ഉപാധിയായിരുന്നു തിരുപ്പിറവി. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടും അതിലേറെ ഉത്സാഹത്തോടും കൂടി ഈ തിരുപ്പിറവി ആഘോഷിക്കുന്നത്. ഞങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിനോട് നമ്മൾ നടത്തുന്ന പ്രതികരണം. അതിലേറെ സഞ്ചരിക്കുന്ന പാതകൾ വിഭിന്നമാണെങ്കിലും എത്തപ്പെടേണ്ട ലക്ഷ്യം ഒന്നാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെന്ന തിരിച്ചറിവുകൊണ്ട് പ്രതികരിക്കുന്ന ശൈലി കൂടിയാണ് എക്യുമെനിക്കൽ കാരൽസിംഗ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം വാഴ്ത്തുന്നത് ഒരേ ദൈവത്തെയാണ്, നമ്മളെല്ലാം സ്തുതി പാടുന്നത് ഒരേ ദൈവത്തെയാണ്, നമ്മളെല്ലാം വണങ്ങുന്നത് ഒരേ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് വിഭിന്നതകൾ നോക്കാതെ സാഹോദര്യത്തിൻ്റെ പുത്തൻ ഉണർത്തുപാട്ടുമായി എക്യുമെനിക്കൽ കാരൽസിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലീഡ് ചെയ്യുന്ന മാർത്തമ കമ്മ്യൂണിറ്റിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സമൂഹങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേരുകയാണ്. ഒറ്റപ്പെട്ട മനുഷ്യൻ ഒറ്റപ്പെട്ട തുരുത്തികളല്ല എന്ന ഓർമ്മ പുതുക്കിക്കൊണ്ട് നാം എല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പുറകോട്ടും മുമ്പോട്ടും തിരിഞ്ഞു നോക്കിയാൽ തലയും തിരിച്ചു നോക്കിയാൽ ചുറ്റും ഇരിക്കുന്നത് അവനും അവളും അല്ല, മറിച്ച് എൻ്റെ സഹോദരൻ ആണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടാക്കാൻ സാധിച്ചാൽ ഈ ചടങ്ങിന് പൂർണ്ണതയെത്തി ലക്ഷ്യം സാധൂകരിക്കപ്പെട്ടതായി. അതിലേറെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എൻ്റെ സഹോദരനാണ് പോകുന്നതെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാക്കാൻ സാധിച്ചാൽ, ഡോറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആഘോഷത്തിന് ശേഷവും നമ്മൾ നാളുകളിൽ റോഡിൽ കണ്ടുമുട്ടുമ്പോഴത്തേനും ദൈവനാമത്തിൽ സഹോദരങ്ങളാണെന്നും ആവശ്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കേണ്ടവരാണെന്നും ഒരു ഒന്നിപ്പിൻ്റെ ബോധവും ചിന്തയും കഥയും ഉയർത്തുവാൻ സാധിച്ചാൽ അത് വീണ്ടും പുത്തൻ ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുകയാവടെ, കാവ്യനീതികൾ ആചരിക്കപ്പെടുകയാവടെ, അതിലേറെ പുതിയ ഗാഥകൾ എഴുതുവാൻ നാം നമ്മെ തന്നെ സജ്ജമാക്കിയെന്ന് പറയാൻ സാധിക്കും. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗാനവും അത് തന്നെയാണ്. പുത്തൻ ഇതിഹാസങ്ങൾ എഴുതപ്പെടുന്ന ഗാനങ്ങൾ സാഹോദര്യവും സൗഹാർദ്ദവും എപ്രകാരം ഒന്നിച്ച് പോകണമെന്നുള്ളതിൻ്റെ ഉണർത്തപ്പാട്ടായിട്ട് മുതിർന്നവർ മാറുമ്പോൾ അവിടെ കുട്ടികൾക്ക് പുതിയ പാതയായി മാറുന്നത്. എങ്കിൽ ക്രിസ്മസ് നമ്മെ അറിയുന്ന ദൈവത്തിൻ്റെ ജനനമാണ്. ക്രിസ്മസ് നമ്മളൊപ്പം ജീവിക്കാൻ വന്ന ദൈവത്തിൻ്റെ ജനനമാണ്. നവീനച്ചൻ പറഞ്ഞ പോലെ ഇമ്മാനുവേലായി ദൈവം കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു വന്നവൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് തന്നെ ചിന്ത ഒരേ ഒരു കാര്യം മാത്രമാവട്ടെ. നാം ആ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നമ്മെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, അകന്നു പോകാൻ പരിശ്രമിക്കുമ്പോഴും ഉള്ളത്തിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ട് എന്നുള്ള ചിന്ത. അതിലേറെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അടുത്തിരിക്കുന്നവൻ സഹോദരനാണെന്നൊരു തിരിച്ചറിവ്. അങ്ങനെയെങ്കിൽ പിന്നെ സമൂഹത്തിൽ അവനും അവളും ഉണ്ടാവില്ല. തിരിച്ചറിവിൽ പ്രതികരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തിരിക്കുന്ന കാണുമ്പോഴത്തേന് നെറ്റി ചുളിയില്ല, കൂടെ ഇരിക്കുന്നതിനെ കാണുമ്പോഴത്തേന് കൈ ചുരുങ്ങില്ല, ആവശ്യക്കാരൻ മുമ്പിൽ വരുമ്പോഴത്തേന് രണ്ടു വട്ടം ചിന്തിക്കില്ല. അതിലേറെ കാണുന്നവനെ വിധിച്ചുകൊണ്ടും അവൻ്റെ
ബാഹ്യഘടകങ്ങൾ കണ്ടുകൊണ്ട് നാം വിധികർത്താക്കളായി മാറത്തില്ല. അതിലേറെ അവനെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും. ഉള്ളത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. സാഹോദര്യത്തിൻ്റെ ഉണർത്തുപാട്ടിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതിലേറെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയട്ടെ, തള്ളപ്പെട്ടവനും മാറ്റി നിർത്തപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനും ഉണ്ടെന്ന് പറയുന്ന ഈ സമൂഹത്തിൽ മാറ്റി നിർത്തുന്നത് അവനും അവളുമല്ല, ഞാനാണെന്ന് തിരിച്ചറിവ്. കൂടെ വസിക്കാൻ വന്നവൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ജനനം ആഘോഷിക്കുമ്പോൾ, അവൻ്റെ ജനനത്തിൻ്റെ പേരിൽ കൂട്ടായ്മയുടെ പുത്തൻ ഗാഥകൾ എഴുതാൻ തയ്യാറായി ഈ ദേവാലയത്തിൽ ഒന്നു ചേരുമ്പോഴത്തേന് നമുക്ക് തിരിച്ചറിവിൻ്റെ പുതിയ കഥകളുമായി, തിരിച്ചറിവിൻ്റെ പുത്തൻ വേദികളുമായി ഭവനങ്ങളിലേക്ക് പോകാം. അത് തന്നെ പകർന്നു കൊടുക്കാൻ സാധിക്കണം. നാളുകളിൽ ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ദൈവനാമത്തിൽ ഒന്നു ചേരുമ്പോഴത്തേനും അവിടെ അവരും ഇവരും ഞങ്ങളുമല്ല എന്നും, മറിച്ച് ആവശ്യം വരുമ്പോൾ ദൈവനാമത്തിൽ ഒന്നു ചേരുവാൻ, സാഹോദര്യത്തിൻ്റെ ഗാഥ ഉണർത്തുവാൻ നമുക്ക് സാധിക്കണമെന്നാവട്ടെ ഈ കാരോൾ സിംഗിങ്ങിൻ്റെ എക്കുമേനിക്കൽ കൂട്ടായ്മയുടെ പിന്നാമ്പുറത്ത് ചെയ്തോ വികാരം. ക്രിസ്തുമസിന് വേണ്ടി തരുന്ന സന്ദേശത്തിൻ്റെയും ചുരുക്കത്തും അത് തന്നെ ആവട്ടെ. പുത്തൻ ഗാഥ നമുക്ക് ചിന്തിക്കാം. സാഹോദര്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, പങ്കുവെപ്പിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.